Hello everyone, welcome back to the world of English. നമ്മുടെ ക്രിസ്മസ് എക്സാമിൽ നമുക്ക് പഠിക്കാനുള്ള 6 ചാപ്റ്റേഴ്സിൽ ഒരു ചാപ്റ്റർ ആണ് ദ നെവർ നെസ്റ്റ് എന്ന് പറഞ്ഞ വൺ ആക്ട് പ്ലേ. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എവർ മെയ്ഡ്, സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഏകദേശം അറിയാമെങ്കിലും ഈ ചാപ്റ്റർ ദ നെവർ നെസ്റ്റ് എന്ന് പറഞ്ഞ വൺ ആക്ട് പ്ലേ നമ്മൾ കുറെ പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്. ഈ ഒരു കുഞ്ഞു വീഡിയോയില് നമ്മൾ ആ ചാപ്റ്ററിന്റെ സ്റ്റോറി ലൈൻ ഒന്ന് കൃത്യമായി പഠിക്കാൻ പോവുകയാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിസ്കോഴ്സുകളും നമ്മൾ ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 പബ്ലിക് ലൈവിൽ ഡിസ്കസ് ചെയ്യും. പബ്ലിക് ലൈവിന്റെ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ലൈക്ക് ചെയ്താൽ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ നോക്കൂ, ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ ആദ്യം ഓർമ്മിച്ച് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ദ നെവർ നെസ്റ്റ് ഈസ് എ വൺ ആക്ട് പ്ലേ. എഴുതിയ ആളുടെ പേര് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ നല്ലതായിരിക്കും. സെഡ്രിക് മൗണ്ട്. സോ സെഡ്രിക് മൗണ്ട് ആണ് എഴുതിയത്. ഒരു വൺ ആക്ട് പ്ലേ ആണ്, ഒരു ആക്ട് മാത്രമുള്ള ഒരു പ്ലേ ആണ് എന്ന് ഓർമ്മിച്ച് വെക്കാം. അടുത്ത കാര്യം, ദ മെയിൻ ക്യാരക്ടേഴ്സ് ആർ ജാക്ക് ആൻഡ് ജിൽ. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആരാണ്? ജാക്കും ജില്ലുമാണ്. അവരെന്താണ്? കപ്പിളാണ്. അവർ ഭാര്യ ഭർത്താക്കന്മാരാണ്. അടുത്ത പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് ഓൺ ജെയിൻ ആണ്. പിന്നെ ഒരു നേഴ്സ് കൂടെ ഉണ്ട്. പക്ഷെ ജാക്ക് ആൻഡ് ജില്ല്, ഓൺ ജെയിൻ, ഇത്ര ആളുകൾ ഓർമ്മിച്ച് വെക്കാം. Jack and his wife Jill lead a comfortable and luxurious life in their beautiful villa in New Hampstead. New Hampstead എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു മനോഹരമായ വില്ലയിലാണ് അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ലക്ഷൂറിയസ്, ആഡംബരമായിട്ടുള്ള ജീവിതം, അല്ലെ, ലക്ഷൂറിയസ് ലൈഫ് നയിക്കുന്നത്. One day ഓൺ ജെയിൻ came to visit their house. അല്ലെ, ഒരു ദിവസം ഓൺ ജെയിൻ അവരുടെ വീട് വിസിറ്റ് ചെയ്യാൻ വരുന്നു. സിമ്പിൾ സ്റ്റോറി ലൈനാണ്. Jack and Jill showed their house. ജാക്കും ജില്ലും ഓൺ ജെയിൻ എന്തൊക്കെ കാണിച്ചു കൊടുത്തു? അവരുടെ ഹൗസ്, ഫർണിച്ചർ ആൻഡ് ഓൾ അതർ ഹൗസ് ഹോൾഡ് തിങ്സ് വിത്ത് മച്ച് പ്രൈഡ്. അല്ലെ, അവരുടെ വീടും കാറും ഫർണിച്ചറും ഒക്കെ ഭയങ്കര പ്രൈഡോടുകൂടെ, ആത്മാഭിമാനത്തോടുകൂടെ ഓൺ ജെയിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. They had good furniture, a car, a refrigerator, a piano and a radiogram in addition to their beautiful home. അല്ലെ, ഈ മനോഹരമായ വീടിന് പുറമെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഓൺ ജെയിൻ വാസ് മച്ച് ഇംപ്രസ്ഡ് ബൈ ദ ഫെസിലിറ്റീസ് ഇൻ ദ ഹൗസ്. ഈ വീട്ടിലെ സുഖ സൗകര്യങ്ങൾ, ഫെസിലിറ്റീസ് ഒക്കെ കണ്ട സമയത്ത് ഓൺ ജെയിൻ ആദ്യം ഇംപ്രസ്ഡ് ആവുന്നുണ്ട്. ഷീ തോട്ട് ദാറ്റ് ദേ ഹാഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് റെന്റ്. അവൾ വിചാരിച്ചു ഇവർക്ക് ഒരു വലിയ എമൗണ്ട് വാടകയായിട്ട്, റെന്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. കാരണം എന്തായാലും പൈസ കൊടുത്ത് വാങ്ങാൻ അവർക്ക് പറ്റില്ല. ആൻഡ് ഷീ ആസ്ക്ഡ് ഹൗ മച്ച് ഇറ്റ് വാസ്. ആ റെന്റ് എത്രയാണ് എന്ന് ഓൺ ജെയിൻ ജാക്ക് ആൻഡ് ജില്ലിനോട് ചോദിക്കുന്നുണ്ട്. ജാക്ക് ആൻഡ് ജിൽ സെഡ് ദാറ്റ് ദേ ഡിഡ് നോട്ട് ഹാവ് ടു പേ ദ റെന്റ്. They did not have to pay the rent. അവർക്ക് റെന്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ജാക്ക് ആൻഡ് ജില്ല് പറയുന്നു. അപ്പൊ അവിടെ എന്തോ പ്രശ്നമില്ലേ? ഉണ്ട്. They owned all things including the villa as theirs. തെറ്റിദ്ധരിക്കരുത്. They owned all things including the villa as theirs. എല്ലാ കാര്യങ്ങളും അവർ ഓൺ ചെയ്യുന്നതാണ്, സ്വന്തമായിട്ടുള്ളതാണ്. ഓൺ ജെയിൻ could not believe this. ഓൺ ജെയിൻ ഇത് തുടക്കത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വിശ്വസിക്കാൻ പറ്റില്ല. ഹൗ? എങ്ങനെ? When ഓൺ ജെയിൻ asked seriously whether they really owned all the things, അല്ലെ, whether they really owned, നിങ്ങൾ ശരിക്കും ഓൺ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് they bought all the things on installment system. ഇതാണ് പ്രശ്നം. അവരെ കാണുന്ന എല്ലാ സാധനങ്ങളും ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ആയിട്ട്, നമുക്കറിയാം നമ്മൾ EMI എന്നൊക്കെ വിളിക്കുന്ന സാധനം, അല്ലെ, ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം ആയിട്ടാണ് വാങ്ങിയത് എന്ന് മനസ്സിലാക്കുന്നു. She asked them how much they had to pay as the installments and how much Jack was earning weekly. ഒരാഴ്ച നിങ്ങൾ എത്ര സമ്പാദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാനുണ്ട്? Jack replied that he was earning 6 pounds. എത്ര പൗണ്ട് ആണ് ചെയ്യുന്നത്? 6 പൗണ്ട് ആണ് വീക്ക്ലി. And they had to pay 7 pounds 8 pence a week ആസ് ഇൻസ്റ്റാൾമെന്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമ്പാദ്യത്തെക്കാൾ, ഏർണിങ്സിനേക്കാൾ കൂടുതലാണ് എന്താ? ഇൻസ്റ്റാൾമെന്റ്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. ഇനി നോക്കൂ, they would take loan from certain finance corporations to pay the extra amount. അല്ല, എല്ലാ ആഴ്ചയും അവർ ഏൺ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം. ആ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏതെങ്കിലും ഒരു ഫിനാൻസ് കോർപ്പറേഷന്റെ കയ്യിൽ നിന്ന് എന്ത് മേടിക്കും? ലോൺ മേടിക്കും. ദാറ്റ് ഓൾസോ ദേ വുഡ് പേ ഇൻ ഇൻസ്റ്റാൾമെന്റ്. എന്നിട്ട് ആ ലോൺ മേടിക്കുന്നുണ്ടല്ലോ, ഈ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന ലോണ് അവർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എന്ത് ചെയ്യും? പേ ചെയ്യും. ഓൺ ജെയിൻ വാസ് എഗെയിൻസ്റ്റ് ദ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റം. ഓൺ ജെയിൻ ഈ ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിന് എതിരെയായിരുന്നു. ആൻഡ് ഹെർ മോട്ടോ വാസ് ക്യാഷ് ഡൗൺ പേയ്മെന്റ്. ക്യാഷ് ഡൗൺ, ക്യാഷ് കൊടുത്ത് കാര്യങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വാങ്ങരുത്. അതിനാണ് ക്യാഷ് ഡൗൺ പേയ്മെന്റ് എന്ന് പറയുന്നത്. ഷീ ഡിസപ്രൂവ്ഡ് ജാക്ക് ആൻഡ് ജിൽസ് വേ ഓഫ് ലൈഫ്. അല്ലെ,
ഓൺ ജെയിൻ ജാക്കിന്റെയും ജില്ലിന്റെയും വേ ഓഫ് ലൈഫിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസപ്രൂവ് ചെയ്യുന്നുണ്ട്. ഷീ റെഫ്യൂസ് ടു സിറ്റ് ഓൺ ദർ ഫേർണിച്ചർ. അവള് ജാക്കിന്റെയും ജില്ലിന്റെയും വീട്ടിലെ ഫേർണിച്ചറിൽ ഇരിക്കാൻ പോലും റെഫ്യൂസ് ചെയ്യുന്നുണ്ട്, തയ്യാറാവുന്നില്ല. ബിക്കോസ് ആസ് എന്ന് പറഞ്ഞാൽ ബിക്കോസ് ദേ ഡിഡ് നോട്ട് ബിലോങ് ഫുള്ളി ടു ജാക്ക് ആൻഡ് ജിൽ. കാരണം അത് ഫുള്ളായിട്ട് എന്നാൽ മുഴുവനായിട്ടും ആരുടെ അല്ല, ജാക്കിന്റെയും ജില്ലിന്റെ അല്ല. ആൻഡ് ഷീ hasten to leave their house. തിടുക്കം കാട്ടി. ഹേസ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തിടുക്കം പിടിച്ചു വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. ജാക്ക് offered to take her to the station in his car. അല്ലെ, പോവാൻ തിടുക്കം കൂട്ടിയ തമാശയാണ് കേട്ടോ. പോവാൻ തിടുക്കം കൂട്ടിയ ഓൺ ചെയ്യുന്ന കാറിലാക്കി കൊടുക്കാന്ന് പറഞ്ഞു. ബട്ട് ഷീ refused to travel in a car of which he owned only a steering wheel, one of the tires and 2 cylinders. മൊത്തം കാർ ആരുടെ അല്ല, ജാക്കിന്റെ അല്ല. അതിലാകെ ഒരു സ്റ്റിയറിംഗ് വീലും 1 of the ടയേഴ്സിലൊന്നും 2 of the cylinders. കാരണം എന്താണ്, മുഴുവനാവണമെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീർക്കണം. അത് അടച്ചു തീർത്തിട്ടില്ല. ബിഫോർ ലീവിംഗ് ഷീ ഗേവ് ജിൽ എ ചെക്ക് ഫോർ 10 pounds to pay at least one of their bills. പോകുന്നതിന് മുമ്പ് 10 pound കൊടുക്കുന്നുണ്ട്. എത്ര കൊടുക്കുന്നുണ്ട്, 10 pounds കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, 1 of their bills, ഏതെങ്കിലും ഒരു ബില്ല്, ഏതെങ്കിലും ഒരു കടം തീർക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ജിൽ ഡിസൈഡഡ് ടു പേ ദ ഡോക്ടേഴ്സ് ബിൽ. ദിസ് ഇസ് ക്രൂഷ്യൽ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ജിൽ ഡിസൈഡഡ് ടു പേ ഡോക്ടേഴ്സ് ബിൽ വിത്ത് ഇറ്റ്. ആ പൈസ, ആ 10 pound കൊണ്ട് ജില്ല്, ഭാര്യ, ഡോക്ടറിന്റെ ബില്ല്, ഡോക്ടറിന്റെ കടം തീർക്കാൻ വേണ്ടി തീരുമാനിച്ചു. സോ ദാറ്റ് ദേ കുഡ് അറ്റ്ലീസ്റ്റ് ഓൺ ദർ ബേബി. സോ ദാറ്റ് they could at least own their baby as theirs. അവരുടെ സ്വന്തം കുട്ടിയെ ഓൺ ചെയ്യാൻ പറ്റും. കാരണം ഇൻസ്റ്റാൾമെന്റിലാണ് കുട്ടിയെ മേടിച്ചത് എന്നല്ല, ഡോക്ടർക്ക് കൊടുക്കാനുള്ള പൈസ, ഡെലിവറിയുടെ സമയത്ത് ഡോക്ടർക്ക് കൊടുക്കാനുള്ള പൈസ എന്താണ്, ഇൻസ്റ്റാൾമെന്റ് ആണ്. അതൊരു അടച്ച് തീർത്തിട്ടില്ല. നോക്കൂ, when Jack asked Jill why she sent the money to the doctor, she told him crying that with that one installment at least the baby was really theirs. മിനിമം ആ കുട്ടിയെങ്കിലും നമ്മുടേതാവും. അതിനാണ് ഞാൻ ആ പൈസ ആർക്ക് അയച്ചു കൊടുത്തത്, ഡോക്ടർക്ക് അയച്ചു കൊടുത്തത്. സോ മക്കളെ, നമ്മൾ ഇപ്പൊ പറഞ്ഞത് ഒരു ക്രക്സ് മാത്രമാണ്, ഒരു ബേസിക് പ്ലോട്ട് മാത്രമാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്ക് നമ്മൾ മെഗാ മാരത്തോണിൽ കാണുന്നുണ്ട്. സോ ഐ വിൽ സീ യു ദ ഷാർപ്പ് അറ്റ് 7:30 PM. താങ്ക് യു എവ്രിവൺ. ഹാപ്പി ലേണിംഗ്.